ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ നേരം ഈശോ മിശിഹ നമുക്ക് നൽകിയ 3 അമൂല്യമായ നിധികളെക്കുറിച്ചാണ് കുറച്ച് കാലങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 നിധികളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1 പരിശുദ്ധ അമ്മയാണ്, 2 പരിശുദ്ധാത്മാവാണ്, 3 പരിശുദ്ധ കുർബാനയാണ്. പറഞ്ഞേ, 1 പരിശുദ്ധ അമ്മ, 2 പരിശുദ്ധാത്മാവ്, 3 പരിശുദ്ധ കുർബാന. അതിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പരിശുദ്ധ കുർബാനയെന്ന് ഒറ്റ വാക്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ തക്ക വിധത്തിൽ ഒരു നിർവചനം എന്ന പോലെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞു നോക്കിക്കേ, മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അതിൽ 3 വാക്കുകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 1 അനുസ്മരണം, 2 അനുഷ്ഠാനം, 3 ആഘോഷം. എന്താണ് അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്? ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. ഏതാണ് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളെന്ന് രക്ഷാകര ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ച് ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ 3 ദിവസങ്ങളിലെ സംഭവങ്ങളാണ് ഈ പെസഹ രഹസ്യങ്ങൾ. അതവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ. നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ നവീകരണത്തിനുമായി നൽകപ്പെട്ട ഏക സത്യമാണ് ഈ പെസഹ രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് അനേക തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും കാമ്പ്. ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അപ്പോൾ അത് നമ്മൾ ആഴങ്ങളിൽ പഠിക്കുമ്പോൾ 3 ക്രിയാപദങ്ങൾ അനുസ്മരണം, അനുഷ്ഠാനം, ആഘോഷം എന്നിവയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവും നടക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ചരിത്രത്തിൽ 3 കാലഘട്ടങ്ങളുണ്ട്. അതാണ് അവസാനമായി നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആ 3 കാലങ്ങളെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്, പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ 3-ാമത്തെ കാലം സഭയുടെ കാലം, പെന്തക്കോസ്ത് മുതലുള്ള കാലം സഭയുടെ കാലഘട്ടത്തിൽ ഇത് പരിശുദ്ധമായ കൂദാശയാണ്. പഴയ നിയമത്തിൽ പ്രതീകമാണ്, പുതിയ നിയമത്തിൽ അത് ഒരു ചരിത്ര സംഭവമാണ്. 3 സഭയുടെ കാലഘട്ടത്തിൽ അത് വിശുദ്ധമായ ഒരു കൂദാശയാണ്. എന്താണ് കൂദാശ? അതെങ്ങനെയാണ് ഈ പെസഹ രഹസ്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് അടിസ്ഥാനം എന്ന പോലെ പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് വേണം അതൊരു ചരിത്ര സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ. ആ ചരിത്ര സംഭവത്തെ വേണം വിശുദ്ധമായി കൂദാശയായി തിരിച്ചറിയാൻ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം പഴയ നിയമ പ്രതീകങ്ങളെ അതിൻ്റെ ആഴങ്ങളിൽ പഠിക്കുക എന്നതാണ്. പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് എങ്ങനെ എഴുതാം? 1 പഴയ നിയമ ബലികളാണ്. പഴയ നിയമ ബലികൾ. അപ്പോൾ ആ പഴയ നിയമ ബലികൾക്ക് അകത്ത് കായൻ്റെയും ആബേലിൻ്റെയും ബലിയുണ്ട്, നോഹയുടെ ബലിയുണ്ട്, അബ്രാഹത്തിൻ്റെ ബലിയുണ്ട്, മെൽക്കിസദേക്കിൻ്റെ ബലിയുണ്ട്, മലാഖി പ്രവാചകൻ്റെ പ്രവചനത്തിലെ ബലിയുണ്ട്. അങ്ങനെ കുറേ ബലികളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ കാണും. പിന്നെ മരുഭൂമിയിലെ മന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്. പരിശുദ്ധ കുർബാനയോട് വളരെ ചേർന്ന് നിൽക്കുന്നതും ഈശോ തന്നെ ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി നൽകിയതും മരുഭൂമിയിലെ മനയാണ്. അത് നമ്മൾ കാണും. പിന്നെ പരിശുദ്ധ കുർബാനയെ ഏറ്റവും ആഴമായി മനസ്സിലാക്കാൻ എളുപ്പമായ മറ്റൊരു മാർഗം പഴയ നിയമത്തിലെ പെസഹായും പെസഹായുടെ ആചരണങ്ങളും അതിൻ്റെ ആചാരവിധികളുമൊക്കെ ഈശോയുടെ പെസഹായിൽ എങ്ങനെയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്, അതെങ്ങനെ കൂദാശയിൽ നമുക്ക് സംലഭ്യമാകുന്നു എന്ന കാര്യങ്ങളാണ്.
അതിൽ പഴയ നിയമ ബലികളിലേക്ക് ഞാൻ ആദ്യമേ വരികയാണ്. ഒരു മാനുഷിക പ്രവൃത്തി ബലിയായി മാറണമെങ്കിൽ അതിൽ 4 ഘടകങ്ങൾ നിർബന്ധമായും ഉണ്ടാവണം. ഒരു മാനുഷിക പ്രവൃത്തിയെ ബലിയാക്കി മാറ്റുന്ന 4 ഘടകങ്ങളുണ്ട്. അവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് ആരംഭിക്കാൻ. ഏതാണ് ഈ 4 ഘടകങ്ങൾ? ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു ബലി അർപ്പകൻ ഉണ്ടാകണം. ഒരു ബലി നടക്കണമെങ്കിൽ ഒരു ബലി അർപ്പകൻ സ്വാഭാവികമായും ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം ഇതിനോട് ചേർത്ത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. രണ്ടാമത്തെ ഘടകം എന്താവാം? ബലി വസ്തുവാണ്. 1 ബലി അർപ്പകനാണ്, 2 ബലി വസ്തുവാണ്. മൂന്നാമത്തെ ഘടകം എന്താവാം? എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ, എവിടെയെങ്കിലും സമർപ്പിക്കണ്ടേ? മൂന്നാമത്തെ എന്താവാം? ബലിപീഠമുണ്ടാകണം. അതാണ് മൂന്നാമത്. 1 ബലി അർപ്പകൻ, ഒന്നാം ഘടകം. 2 ബലി വസ്തു, മൂന്നാമത്തത് ബലിപീഠം. ഈ ബലി എന്തിനു വേണ്ടിയാണ് എന്നതാണ് 4ാമത്തെ ഘടകം. അത് ദൈവത്തെ ആരാധിക്കുവാനാണ്. ദൈവാരാധനയുടെ ഭാഗമാകുമ്പോഴാണ് ഒരു മാനുഷിക പ്രവൃത്തി ബലിയായി മാറുന്നത്. അപ്പോൾ ആ 4 ഘടകങ്ങൾ നമുക്കൊന്നുകൂടെ പറയാം, ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി. 1 ബലി അർപ്പകൻ, 2 ബലി വസ്തു, 3 ബലി പീഠം, 4 ദൈവാരാധന. ഈ 4 ഘടകങ്ങളും ചേരുന്ന ഒരു മാനുഷിക പ്രവൃത്തിയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയുടെ കാലഘട്ടത്തിലുമുള്ള ബലികൾ. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു. പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ ആളുകൾ മുതൽ ഈ ബലിയർപ്പണങ്ങൾ കാണാം. പഴയ നിയമത്തിലെ ആദ്യത്തെ ബലിയർപ്പണങ്ങൾ എവിടെയാണ് നമ്മൾ കാണുക? അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ്. ബൈബിളുള്ളവർ തുറന്നു വെക്കുക. ഫോണിലൂടെ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നവരും അങ്ങനെ അത് എടുത്ത് തുറന്നു വെച്ചുകൊള്ളുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 3-4 വചനങ്ങളിലാണ് ഇത് നമ്മൾ കാണുക. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ഇനിയാണ് അതിൻ്റെ ഫലം കൂടെ പറയുന്നത്: ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. ഏതാണ് ബൈബിൾ വാക്യം? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 3-4 തിരുവചനങ്ങളാണ്. അതാണ് ആദ്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബലിയെക്കുറിച്ചുള്ള വിവരണം. അതിൽ ശ്രദ്ധേയമായ കാര്യം, ഒരു ബലി സ്വീകാര്യമായി, ഒരു ബലി തിരസ്കൃതമായി. ആരുടെ ബലിയാണ് സ്വീകാര്യമായ ബലിയായി മാറിയത്? ആബേലിൻ്റെ ബലിയാണ്. ആരുടേതാണ് തിരസ്കരിക്കപ്പെട്ടു പോയത്? കായേൻ്റെ ബലിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അർപ്പിച്ച ബലിയിൽ ഒന്ന് സ്വീകാര്യമാകുകയും മറ്റൊന്ന് തിരസ്കൃതമാകുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആബേലിൻ്റെ ബലിയിൽ ദൈവം അത് സംപ്രീതനായത് ബലി അർപ്പിച്ച ബലിവസ്തുവിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ബലിയർപ്പകൻ്റെ മനോഭാവം കൊണ്ടാണ് ഒന്ന് സ്വീകാര്യവും ഒന്ന് തിരസ്കൃതവുമായി മാറിയത്. മനസ്സിലായോ ആവോ? ബലിയർപ്പിച്ച വസ്തുവിൻ്റെ പ്രത്യേകതയല്ല. ചിലപ്പോൾ അവൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം സമർപ്പിച്ചു. വിളവ് ആബേലാകട്ടെ അവനാകെ കൂടെയുള്ളത് ആടുകളാണ്. അപ്പോൾ അവൻ ഇടയനാണ്. അപ്പോൾ അതുകൊണ്ട് ആടിനെ അവൻ സമർപ്പിച്ചു, ആബേൽ, അത് സ്വീകാര്യമായി. കായേൻ അർപ്പിച്ച കായികനികൾ അത് തിരസ്കൃതമായി എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായി ബൈബിൾ വായിച്ചാൽ അതിൻ്റെ പൊരുൾ അതിനകത്ത് മനസ്സിലാകും. ഒന്ന് ശരിക്കും നോക്കുകയും, ആബേൽ അർപ്പിച്ചത് ഏറ്റവും നല്ലതാണ്. കടിഞ്ഞൂൽ കുഞ്ഞിൻ്റെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവൻ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കായേനാവട്ടെ അവൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം സമർപ്പിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ
ഇവിടുത്തെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായ കാര്യം, അപൂർണമായ സമർപ്പണങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല. പൂർണ്ണമായ സമർപ്പണങ്ങളാണ് ദൈവത്തിന് സ്വീകാര്യമായ സമർപ്പണം, അപൂർണമായതല്ല. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഉള്ളതിലെ ഏറ്റവും നല്ലത് കൊടുക്കും. അതോ പേര് കേൾപ്പിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പേര് കേൾപ്പിക്കാൻ വേണ്ടി ഏറ്റവും മോശം, നമുക്ക് ആവശ്യമില്ലാത്തത് അത് കൂട്ടൊരെണ്ണം എടുത്ത് കൊടുക്കുകയാണ്. അതല്ല, നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കുകയാണെങ്കിൽ, ഇഷ്ടത്തോടെ സമർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കും. ഇഷ്ടമില്ലാതെയോ ഇഷ്ടക്കുറവോടുകൂടെയോ കൊടുത്താൽ കൊടുത്തു എന്ന് പേര് കേൾപ്പിക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ബലിയർപ്പിച്ച വസ്തുവിൻ്റെ പ്രത്യേകതയല്ല, ബലിയർപ്പിച്ച വ്യക്തിയുടെ മനോഭാവമാണ് ഒരു ബലിയെ സ്വീകാര്യവും മറ്റൊരു ബലിയെ തിരസ്കൃതവുമാക്കിയത് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചു വരിക. അപ്പോൾ എന്തുകൊണ്ട് ആബേലിൻ്റെ ബലി സ്വീകാര്യമായി? ഏറ്റവും നല്ലത് ഇഷ്ടത്തോടെ അവൻ ദൈവത്തിന് സമർപ്പിച്ചു. ഇനി വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഉള്ളത് കൊടുത്താൽ പോരാ, ഉള്ളു കൊടുക്കണം. ഉള്ളത് കൊടുത്താൽ പോരാ, ഉള്ളു കൊടുക്കണം. ഉള്ള കൊടുക്കുന്നതിൻ്റെ പ്രതീകമായി ഉള്ളത് കൊടുക്കണം. എഴുതാവോ? ഉള്ളത് കൊടുത്താൽ പോരാ, ഉള്ളു കൊടുക്കണം. ഉള്ളു കൊടുക്കാത്ത, ഉള്ളത് കൊടുക്കലൊക്കെ കാപട്യമാണ്. ഉള്ളത് കൊടുത്തത്, ഉള്ളു കൊടുക്കാതെ ആത്മസമർപ്പണമില്ലാത്ത എല്ലാ സമർപ്പണങ്ങളും കാപട്യങ്ങളാണ്, അപൂർണങ്ങളാണ്. അതുകൊണ്ടാണ് ഉള്ളത് കൊടുത്താൽ പോരാ, ഉള്ളു കൊടുക്കണം. ഉള്ള് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് പ്രതീകാത്മകമായി കൊടുക്കാൻ പറ്റുമോ? ചങ്ക് പറിച്ച് കൊടുക്കാൻ പറ്റുമോ? അതിന് പകരമായി ഉള്ളതിലേറ്റവും നല്ലത് കൊടുക്കും. അതുകൊണ്ടാണ് ഉള്ളത് കൊടുക്കുന്നത് ഉള്ളു കൊടുക്കുന്നതിൻ്റെ പ്രതീകമാവണം. അപ്പോഴാണ് അത് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായി മാറുക. ഇനി അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ, ആബേലിൻ്റെ ബലി, സ്വീകാര്യമായ ബലി നമ്മൾ നോക്കുമ്പോൾ ആരാണ് അവിടെ ബലിയർപ്പകൻ? ആബേലാണ്. ആബേലിൻ്റെ ബലി വസ്തു, അവൻ അർപ്പിച്ച ബലിയുടെ ബലി വസ്തു എന്താണ്? കുഞ്ഞാടാണ്. കുഞ്ഞാടിനെ അവൻ ദൈവത്തിനായി ബലിയായി നൽകുന്നതിന് വേണ്ടി അവൻ തന്നെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പീഠമാണ് ബലിപീഠം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കർമ്മം അനുഷ്ഠിച്ചത്. ഇനി വളരെ പ്രധാനമായും ഒരു മാനുഷിക പ്രവൃത്തിയെ ബലിയാക്കി മാറ്റുന്ന 4 ഘടകങ്ങളുണ്ടെങ്കിൽ, പഴയ നിയമത്തിലെ ബലികളിലെല്ലാം 4 ഘടകങ്ങളും 4ആയി വേറിട്ട് നിന്നു. 4 ഘടകങ്ങൾ 4ആയി മാറി നിൽക്കുകയാണ്. ബലി അർപ്പകൻ ആബേൽ, ബലി വസ്തു കുഞ്ഞാട്, ബലിപീഠം അവനുണ്ടാക്കിയ കല്ലുകൊണ്ടുണ്ടാക്കിയ ബലിപീഠം, 4ാമതായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ദൈവാരാധന. അത് 4 ഘടകമായി മാറി. പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങളെല്ലാം പൂർത്തിയാകുന്നത് കാൽവരിയിലെ ബലിയിലാണ്. കാൽവരി ബലിയിൽ 4 ഘടകങ്ങളും ഒന്നായി മാറി. പറയാമെന്ന് നോക്കിയേ, എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആരാണ് ബലിയർപ്പകൻ? ഈശോയാണ്. ഏതാണ് ബലി വസ്തു? ഈശോ തന്നെയാണ്. തന്നെയാണ് അവൻ സമർപ്പിക്കുന്നത്. ഇനി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, ബലിപീഠം ഏതാണ്? കുരിശെന്ന് പറയാനാണ് എളുപ്പം, പക്ഷേ ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാകും കുരിശല്ല പ്രത്യേകത, തൻ്റെ ശരീരത്തിലാണ് അവൻ സഹിച്ചത്. അപ്പോൾ ബലി അർപ്പകൻ ക്രിസ്തു, ബലി വസ്തു ക്രിസ്തു, ബലിപീഠം ഈശോ, തൻ്റെ ശരീരം. 4ാമത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. കാരണം ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള എല്ലാ ബലിയർപ്പണങ്ങളും പൂർണ്ണമാകുന്നത് കാൽവരിയിലെ ബലിയിലാണ്. അതാണ് ഒരു ചരിത്ര സംഭവമായി മാറുന്നത്.
പഴയ നിയമത്തിലെ ബലികൾ പ്രതീകമാണെങ്കിൽ ആ ബലികളൊക്കെ ഏതെങ്കിലും ഒരു ബലിയിൽ പൂർത്തിയാകണം. അത് ഒരു ചരിത്ര സംഭവമായി മാറണം. ആ ചരിത്ര സംഭവമാണ് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഇന്ന് അൾത്താരയിൽ വിശുദ്ധ കൂദാശയായി അർപ്പിക്കപ്പെടുന്നത്, തുടരുന്നത്. ഇതാണ് ബലിയെക്കുറിച്ചുള്ള പാഠങ്ങളിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. നാലായി മാറി നിൽക്കാതെ നാലും ഒന്നായി മാറി. വ്യക്തിയുടെ മനോഭാവമാണ് ഒന്നിനെ സ്വീകാര്യമോ തിരസ്കൃതമോ ആക്കിയത്. അപൂർണമായ സമർപ്പണങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല. അപൂർണമായ കൊടുക്കലുകളൊക്കെ ദൈവം ഉള്ളറിയുന്നവനാണ്, ഉള്ളു വായിക്കുന്നവനാണ്. അപ്പോൾ ആ കൊടുക്കുന്നതിനകത്ത് ഒരു സമ്പൂർണമായ സമർപ്പണമുണ്ടോ, അതാണ് തമ്പുരാൻ നോക്കുക. അതുകൊണ്ട് ദൈവത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ പരമമായ ഒരു സത്യമായി യാഥാർത്ഥ്യമായി മാറും. ഇനി വളരെ പ്രധാനമായി പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആദ്യമായി ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി അർപ്പിച്ചത് ആബേലാണ്. ഇനി ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ അർപ്പകന് പിന്നെ അധികകാലം ജീവിച്ചിരിക്കാനാവില്ല. പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ബലി അർപ്പകന് പിന്നെ അധികകാലം ജീവിച്ചിരിക്കാനാവില്ല. ആബേലിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? കായൻ അവനെ കൊന്നു, അല്ലേ? ബലിയർപ്പണത്തിൻ്റെ പേരിലാണ്. അതിൻ്റെ ഫലം ദൈവത്തെ പ്രസാദിപ്പിച്ചു. താൻ തിരസ്കൃതനായി എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആബേലിനെ കായൻ കൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബലി അർപ്പകന് അധികകാലം ജീവിച്ചിരിക്കാനാവില്ല. എന്നതിനേക്കാൾ ഉപരിയായി പിന്നെ അധികകാലം ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നതാണ് സത്യം. ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പണം നടന്നു. അതോടെ ദൈവം നമ്മിൽ സമ്പൂർണമായി സംപ്രീതനായി. അതൊരു പൂർണ്ണമായ സമർപ്പണം. ആ സമ്പൂർണമായൊരു സമർപ്പണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളായി ബലിയർപ്പിക്കുന്ന ഞാനും വർഷങ്ങളായി ബലിയിൽ പങ്കെടുക്കുന്ന നിങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരർത്ഥം ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി ഇപ്പോഴും പൂർണ്ണമായി നമ്മൾ അർപ്പിച്ചില്ല, ഇന്നും നമ്മൾ പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പാഠം നമ്മളെ എവിടെയാണ് കൊണ്ടുവന്നെത്തിക്കേണ്ടത്? ഒരു സമ്പൂർണമായ സമർപ്പണം ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർന്ന് പിതാവായ ദൈവത്തിന്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അർപ്പിച്ചതുപോലെ ഒരു ബലി. എല്ലാം പൂർത്തിയായി എന്ന വാക്ക്, തെത്തലസ്ഥായി എന്ന വാക്ക്, എല്ലാം പൂർത്തിയായി, ഏൽപ്പിച്ച സകല കാര്യങ്ങളും പൂർത്തിയാക്കി കഴിയുമ്പോൾ ആത്മനിർവൃതിയോടെ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള ബലവും ശക്തിയും പരിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ച് ബലിയായിത്തീരുന്ന ഒരു ജീവിതത്തിൻ്റെ പരിസമാപ്തിയിലാണ് ജീവിതം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ബലി അർപ്പകൻ ബലി വസ്തുവായി രൂപാന്തരപ്പെടുകയാണ്. ബലിയർപ്പകൻ എന്ന് ബലി വസ്തുവായി മാറുന്നുവോ അന്ന് ബലി സമ്പൂർണ്ണമാകും. ബലിയർപ്പകൻ ബലിവസ്തുവായി മാറണം. അപ്പോൾ അർപ്പകനിൽ നിന്ന് ബലി വസ്തുവിലേക്കുള്ള ദൂരം കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആത്മീയതയിൽ വളരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ബലി അർപ്പിക്കാൻ പ്രയാസമില്ല, പക്ഷേ ബലി വസ്തുവാകുക, അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി പങ്കുവെച്ച് മുറിച്ചു കൊടുക്കുന്നതാണ് ഈ ബലി വസ്തുവാകുക എന്ന് പറയുന്നത്. അത് മാനുഷിക ശക്തി കൊണ്ട് അസാധ്യമായ കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയുടെ പരിണാമമാണ് രക്തസാക്ഷിത്വം. എഴുതാവോ? ദൈവത്തിന് സ്വീകാര്യമായ ബലിയുടെ
പരിണാമമാണ്, പരിസമാപ്തിയാണ് രക്തസാക്ഷിത്വം. അപ്പം അതുകൊണ്ട് ഒരു രക്തസാക്ഷിത്വം വരെ നീളുന്ന ബലിയർപ്പണം, ഇതാണ് മർമ്മപ്രധാനം. ദൈവത്തിന് സ്വീകാര്യമായ ബലിയായിത്തീരാനുള്ള ആഗ്രഹമാകണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതമാണ്. ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതം. അതുകൊണ്ടൊരു ക്രൈസ്തവൻ്റെ ജീവിതം ഒരു ബലിപീഠവുമായി നിരന്തരമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ബലിപീഠത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. ബലിപീഠത്തോട് അടുക്കുമ്പോൾ ദൈവത്തോട് അടുക്കുന്നു. ബലിപീഠമാണ് എൻ്റെ ബലം എന്നൊക്കെയുള്ള മനോഹരമായ ഗാനങ്ങളുണ്ട്. ബലിയാണ് എൻ്റെ ബലം. അത് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബലിയാകാനുള്ള ബലം നൽകുന്നത് ദിവ്യകാരുണ്യമാണ്. ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലി അർപ്പിക്കുവാനുള്ള, ബലിയാകാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. അതുകൊണ്ടാണ് ബലിപീഠത്തോട് ചേർന്നാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. ഇനി അതിനെ വിട്ടുപോകാനാവില്ല. ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതം പടർന്നു കയറേണ്ടത് ബലിപീഠത്തിലാണ്. ബലിപീഠത്തിൽ പടർന്നു കയറണം. ബലിപീഠത്തിൽ പടർന്നു കയറാതെ വന്നാൽ എന്താണ് സംഭവിക്കുക? ബലിപീഠത്തിൽ ഒട്ടാത്ത ജീവിതം കാണുന്ന പുൽക്കൊടിത്തുമ്പിലും ഒട്ടും. കാണുന്നിടത്തൊക്കെ പോയി ഒട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒട്ടേണ്ടിടത്ത് ഒട്ടാത്തത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ബലിപീഠത്തിൽ ഒട്ടിയാൽ പിന്നെ വേറെ ഒരിടത്തും പോയി ഒട്ടാനാവില്ല. ബലിപീഠത്തിൽ ഒട്ടാത്തിടത്തോളം കാലം കാണുന്നിടത്തൊക്കെ പോയി ഒട്ടും. സ്ഥിരതയില്ലാത്ത ജീവിതം. കാണുന്നിടത്തൊക്കെ പോയി ഒട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം. കാരണം മാമോദീസായിലൂടെ ദൈവം നമുക്ക് നൽകി എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്. സകല പാപങ്ങളിൽ, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചു. ദൈവമക്കളുടെ പദവി നമുക്ക് നൽകി. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് നൽകി. സ്വർഗത്തിൻ്റെ അവകാശിയാക്കി നമ്മളെ മാറ്റി. നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിച്ചു. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അതിൽ ആ ജീവിതത്തിൽ തുടരണമെങ്കിൽ ബലിപീഠത്തോടൊട്ടണം. കാണുന്നിടത്തെല്ലാം ഒട്ടാനുള്ളതല്ല. പണ്ട് പയറ് ഒക്കെ നടുന്ന കാലം നിങ്ങൾക്കറിയാം. പയറ് നട്ട് അതിനെ കയറിപ്പോകാൻ വേണ്ടി ചുള്ളിക്കമ്പുകൾ കുത്തി കൊടുക്കും. ചില ചുള്ളിക്കമ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ചിലത് ഈ ചുള്ളിക്കമ്പിൽ ചുറ്റി വളർന്നു പോകുന്നതിന് പകരം കാണുന്ന ചെറിയ സ്ഥലത്തൊക്കെ കിടന്ന് ചുറ്റിപ്പോകും. ഒട്ടേണ്ടിടത്ത് ഒട്ടാത്തത് കാണുന്നിടത്തെല്ലാം പോയി ഒട്ടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതം നയിക്കാനാണ്. ബലിപീഠ കേന്ദ്രീകൃതമായി ജീവിക്കാനാണ്. കൗദാശികമായ ജീവിതം നയിക്കാനാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് കാണുന്നിടത്തെല്ലാം ഒട്ടും. കാലങ്ങളും സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ജീവിച്ച കാലഘട്ടത്തേക്കാൾ വ്യത്യസ്തമായ ലോകത്താണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനമായി ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആധ്യാത്മികത രൂപപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുക. ഇങ്ങനെ ബലിപീഠത്തിൽ പടർന്നു കയറുന്നത് ബലിപീഠത്തിൽ പൂത്തുലയണം. അതുകൊണ്ടാണ് ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. ബലിപീഠത്തിൽ പടർന്നു കയറാനുള്ളതാണ് നമ്മുടെ ജീവിതം. ബലിപീഠത്തിൽ പൂത്തുലയാനുള്ളതാണ് നമ്മുടെ ജീവിതം. ബലിപീഠത്തിൽ പൂത്തുലയുന്നതാണ് വിശുദ്ധമായ ജീവിതം. ബലിപീഠത്തിൽ പൂത്തുലഞ്ഞവരൊക്കെ ബലിപീഠത്തിൽ വണക്കത്തിന് യോഗ്യരായ വിശുദ്ധരായി മാറിയിട്ടുണ്ട്. ബലിപീഠ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവൻ ബലിപീഠത്തിൽ പുഷ്പിക്കുന്നതാണ് വിശുദ്ധമായ ജീവിതം. ഇതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം. അതുകൊണ്ട് ആബേലിൻ്റെ ബലിയർപ്പണം നമ്മളെ കൊണ്ടുവന്നെത്തിക്കേണ്ടത് ഈ ഒരാഴമായ ബോധ്യത്തിലാണ്. ഈശോയുടെ കാൽവരി ബലിയിലാണ്.
ഇത് പൂർണ്ണമായത് എന്ന് സൂചിപ്പിച്ച് ഞാൻ ഒന്നാമത്തെ പഴയ നിയമ ബലി എന്ന പ്രതീകത്തെ ഞാൻ മാറ്റിവെക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. രണ്ടാമതായി പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു ശ്രദ്ധേയമായ ബലിയർപ്പണം നോഹയുടെ ബലി എന്ന പേരിലാണ് അറിയപ്പെടുക. നോഹയുടെ ബലി. ഒന്നാമത്തത് സ്വീകാര്യമായ ബലി ആബേലിൻ്റെ ബലി, തിരസ്കൃതമായ ബലി കായൻ്റെ ബലി. അപ്പോൾ ഒന്ന് നമ്മൾ ആബേലിൻ്റെ ബലിയെ നമ്മൾ എടുക്കുന്നു. ദൈവത്തിന് സ്വീകാര്യമായി ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ ബലിയുടെ പ്രതീകങ്ങളുടെ പട്ടികയിൽ കായൻ്റെ ബലിയല്ല, ആബേലിൻ്റെ ബലിയാണ് എണ്ണപ്പെടേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ബലി നോഹയുടെ ബലിയാണ്. ഇതെവിടെയാണ് നമ്മൾ കാണുക? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 20-ാം വാക്യം എടുക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം. മഹാജലപ്രളയത്തിന് ശേഷം, എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം പുതിയ ഭൂമിയിൽ കാലുകുത്തിയ ഉടനെ നോഹ ആദ്യം ചെയ്തത് ബലിയർപ്പിക്കുക എന്നതായിരുന്നു. ഇതിനു വേണ്ടിയാണ് ബാക്കിയെല്ലാം നശിച്ചപ്പോഴും അവനും അവൻ്റെ മക്കളും ഈ പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ സംരക്ഷണതയിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നോഹ പുതിയ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിന് സമാനമായി നമ്മൾ വായിച്ചാൽ, പാരലായി നമ്മൾ വായിച്ചാൽ, ജീവിതം ആരംഭിക്കേണ്ടത് ഒരു ബലിയോടുകൂടെയാണ്. നന്ദിയുടെ ബലിയോടുകൂടെ ഇന്നും ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. ഇത്തിരി മനസ്സ് വെച്ചാൽ ഒത്തിരി പേർക്ക് രാവിലെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. കാരണം ബലി എത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായാലേ തണുപ്പടിച്ചും ത്യാഗം സഹിച്ചും ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ പറ്റൂ. നമ്മുടെ മലബാർ കുടിയേറ്റ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ കാരണവന്മാരെടുത്ത ത്യാഗങ്ങളൊക്കെ എത്രയോ വലുതാണ്. എത്ര ദൂരം നടന്നു പോയാണ് അതിൽ പങ്കെടുത്തത്. വാഹനങ്ങളില്ലാത്ത, റോഡുകളില്ലാത്ത കാലത്ത് നമ്മുടെ കാരണവന്മാർക്കുണ്ടായ വിശ്വാസത്തിൻ്റെ ഒരംശമെങ്കിലും ഇന്നും എൻ്റെ ഉള്ളിൽ കത്തുന്നുണ്ടെങ്കിൽ ബലിയർപ്പണത്തെ മുടക്കാതെ പോകാൻ എനിക്ക് സാധിക്കണം. പക്ഷേ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, ഭൗതികമായി വളർന്നപ്പോൾ, ആത്മീയത കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായി മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യമാകുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എന്നും ബലിയർപ്പിച്ചുകൊണ്ട്, എന്നും ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന ജീവിതത്തിൻ്റെ ബലവും ശക്തിയും ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ ഞാൻ സാക്ഷിയായി മാറണം. അതുകൊണ്ടാണ് നോഹയുടെ ബലി അവനത് അർപ്പിച്ചത്. അവൻ ആദ്യം ചെയ്തത് ഒരു ബലി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ, ബലിയർപ്പണം കഴിഞ്ഞിട്ട് നേരമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ, എല്ലാം കഴിഞ്ഞിട്ട് നേരമുണ്ടെങ്കിൽ ബലി എന്നല്ല. ഏറ്റവും അധികം സമയം കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കുന്നത് പ്രാർത്ഥനയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം, ഒരു ദിവസം കുളിക്കണ്ട എന്നാരേലും വെക്കുന്നുണ്ടോ? തുണി അലക്കണ്ട എന്നാരേലും വെക്കുന്നുണ്ടോ? ഒരു ദിവസം ഭക്ഷണം കഴിക്കണ്ട എന്നാരേലും വെക്കുന്നുണ്ടോ? ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന തലമുറകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഇതിന് സാധ്യമല്ല. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കോംപ്രമൈസുകളും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ അവസാനം വലിയ കുഴപ്പമായി മാറി. അവഗണിച്ച് ഒന്നുമില്ലാതായി മാറി. അതുകൊണ്ട് ജീവിതത്തിൽ ബലിയർപ്പണത്തിന് വലിയ പ്രാധാന്യം. നോഹ ആദ്യമായി അവൻ കൃതജ്ഞതയുടെ ബലിയർപ്പിച്ചു. നോഹ അർപ്പിച്ച ആ ബലി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈശോ കാൽവരിയിൽ ദൈവപിതാവിന് സമർപ്പിക്കുന്ന ഒരു സമ്പൂർണമായ കൃതജ്ഞതാ ബലിയിലാണ്. തന്നെ പൂർണ്ണമായി
ഈ ദാനങ്ങളെല്ലാം നൽകിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ നോഹ അർപ്പിച്ച ബലിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പുതിയ ലോകത്ത് ആദ്യമായി നോഹ ചെയ്തത് ബലിയർപ്പിക്കുക എന്നുള്ളതായിരുന്നു. നോഹ കൃതജ്ഞതയുടെ ബലിയാണ് അർപ്പിച്ചത്. ഈശോ പരമപിതാവിൻ്റെ മുൻപിൽ തൻ്റെ ബലി പൂർത്തീകരിച്ചു. ആ ബലിയുടെ തുടർച്ചയായ അതിൻ്റെ പുനരവതരണമായ പരിശുദ്ധ കുർബാനയിലും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിരന്തരമായി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് അതിൽ ഉള്ളത് എന്നതാണ്. എങ്ങനെയാണ്? നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. അത് മനുഷ്യരുടെ സ്തുതി വാക്കുകൾക്ക് ബലം ഉണ്ടാകാനും വേണ്ടി, ശക്തി ഉണ്ടാകാൻ വേണ്ടി സ്വർഗവാസികളുടെ സഹായം കൂടെ തേടുകയാണ്. ഭൂവാസികളും സ്വർഗവാസികളും ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ. കുർബാനയുടെ പ്രാർത്ഥനകൾ പിന്നീട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കൃതജ്ഞതയുടെ പ്രാർത്ഥനകളാൽ മുഖരിതമാണ് നമ്മുടെ പരിശുദ്ധ കുർബാന എന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഞാൻ നൽകിയത്. 3-ാം പ്രണാമജപത്തിൻ്റെ തുടർച്ചയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവുമാണ്. എന്തുമാത്രം കാര്യങ്ങളെ ഓർത്താണ് മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയുക. ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴങ്ങൾ ഉണ്ടാവുക. നന്ദിയുള്ളവർക്കാണ് കൃപകൾ കിട്ടുക. അതുകൊണ്ടാണ് ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് ഉള്ളതുകൂടെ നഷ്ടപ്പെടും എന്ന് പറയുന്നതിൻ്റെ പൊരുള് നന്ദിയുള്ളവന് വീണ്ടും നൽകപ്പെടും എന്നാണ്. നന്ദിയുള്ളവന് നൽകപ്പെടും, നന്ദിയില്ലാത്തവന് ഉള്ളതുകൂടെ നഷ്ടപ്പെടും. ഇത് വളരെ ലളിതമാണ്. അപ്പോൾ നന്ദി പറഞ്ഞ് വേണം ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ. ഇല്ലായ്മകളെ ഓർത്ത് ആവലാതിപ്പെടാനും പരാതിപ്പെടാനുമല്ല സമയം കളയേണ്ടത്. ഉള്ളതിനെ ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറയണം. ചങ്ക് തുറന്ന് ദൈവമേ നന്ദി. ജീവിച്ചിരിക്കാൻ അനുവാദം തന്ന, അവസരം തന്ന ദൈവമേ നന്ദി. ഇന്നും സുബോധം തരുന്ന ദൈവമേ നന്ദി. ആരോഗ്യം തരുന്ന ദൈവമേ നന്ദി. കഴിവുകൾ തന്ന ദൈവമേ നന്ദി. എന്തെല്ലാം കാര്യങ്ങൾക്കായി ഓരോ ദിവസവും നന്ദി പറയണം. അത് ആബേലിൻ്റെ ബലിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന നോഹയുടെ ബലി, ഈ കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഒരെണ്ണം തുടങ്ങി വെക്കാമെന്ന് ഞാൻ കരുതുന്നു. 3-ാമത്തേത് അത് അബ്രാഹത്തിൻ്റെ ബലിയാണ്. അത് ഇന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് പഠിക്കാം. 3-ാമത്തേത് അബ്രാഹത്തിൻ്റെ ബലി. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹത്തിൻ്റെ ബലി. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ വ്യത്യസ്തമായ 3 മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അബ്രാഹത്തിൻ്റെ ബലി. ഏതൊക്കെ മതഗ്രന്ഥങ്ങളിലാണ്? ബൈബിളിലുണ്ട്, 2 ഖുറാനിലുണ്ട്, 3 യഹൂദൻ്റെ മതഗ്രന്ഥമായ തോറായിലുണ്ട്. അപ്പോൾ 3 മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു സംഭവമാണ് അബ്രാഹത്തിൻ്റെ ബലി. ഇത് വളരെ പ്രത്യേകമായ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് ഈ 3 മതങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാകണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം എന്ന് അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കുക.
അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും പോയി അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അതായത് വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ബലി അത് എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയുമായി എങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ ബലി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുക. സ്വന്തം മകനെ ബലി കഴിക്കാൻ വേണ്ടി മോറിയായുടെ മല കയറുന്ന അബ്രാഹം സ്വന്തം മകനെ ബലി കഴിക്കാൻ വേണ്ടി 1800 വർഷങ്ങൾക്കു ശേഷം മോറിയ മലയുടെ മറുവശത്തേക്ക് കയറുന്ന ദൈവപിതാവിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ ക്ലൂ മനസ്സിലാവും. അബ്രാഹം പിതാവായ ദൈവത്തിൻ്റെ പ്രതീകം. അബ്രാഹം പിതാവായ ദൈവത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ഇസഹാക്ക് ആരുടെ പ്രതീകമാണ്? ഈശോയുടെ പ്രതീകമാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, ഇസഹാക്ക് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് എന്ന് ശരിക്കും നമ്മൾ വായിച്ചാൽ അനേക തവണ അതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇസഹാക്കും ഈശോയും തമ്മിലുള്ള വലിയ സാമ്യങ്ങളുണ്ട്. രണ്ടുപേരും വാഗ്ദാന പുത്രന്മാരായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാന പുത്രന്മാരായിരുന്നു ഇസഹാക്കും ഈശോയും. ശരിയാണോ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യുഗങ്ങളായി ഒരു വാഗ്ദാനപുത്രൻ മിശിഹായെ കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിൽ മനോഹരമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോ മിശിഹ ഒരു വാഗ്ദാനപുത്രനാണ്, സ്വാഭാവികമായി ഉണ്ടായതല്ല, വാഗ്ദാനപുത്രനാണ്. ഇസഹാക്കും അതേപോലെ തന്നെ വാഗ്ദാനപുത്രനാണ്. ഇസ്മായേൽ അബ്രാഹത്തിൻ്റെ മകനായുണ്ട്, പക്ഷേ വാഗ്ദാനപുത്രൻ ഇസഹാക്കാണ്, ഇസ്മായേൽ അല്ല. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരുടെയും ജനനം അസ്വാഭാവികമായ രീതിയിൽ ആയിരുന്നു. രണ്ടുപേരും ജനിച്ച അസ്വാഭാവികമായ രീതിയിലാണ്. 100 കഴിഞ്ഞ അബ്രാഹവും 90 കഴിഞ്ഞ സാറായും അത്രയും കാലം വന്ധ്യത ബാധിച്ചിരുന്ന സാറായിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് അസ്വാഭാവികമായ രീതിയിലാണ് ആ ജനനം സംഭവിച്ചത്. ഈശോയുടെ ജനനമാവട്ടെ കന്യകയിൽ നിന്നുള്ള ജനനമായി. രണ്ടും അസ്വാഭാവികമായ, മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ നിരകാത്ത, അസംഭവ്യമായ, അസ്വാഭാവികമായ രീതിയിലാണ് ഇത് രണ്ടും നടന്നത്. ഇനി രണ്ടുപേരും ആദ്യജാതന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഇസ്മായേൽ ജീവിച്ചിരിക്കുമ്പോഴും ആദ്യജാതനെന്ന് വിളിക്കപ്പെട്ടത് ഇസഹാക്കാണ്. തൻ്റെ ഏകജാതനും ആദ്യജാതനും എന്നാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. എല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ ദൈവത്തിൻ്റെ ഏകജാതനും ആദ്യജാതനുമാണ്. ഇനി മറ്റൊരു കാര്യം, രണ്ടുപേരും അവരവരുടെ കൊലമരം ചുമന്നവരാണ്. ഇസഹാക്ക് ചുമന്ന കൊലമരം ഏതാണ്? വിറകാണ്. ഈശോ ചുമന്ന കൊലമരം ഏതാണ്? കുരിശാണ്. രണ്ടുപേരും അവരവരുടെ കൊലമരങ്ങൾ ചുമന്നവരാണ്. അഞ്ചാമതായി, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെടുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇസഹാക്ക് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. 3-ാം ദിവസം പ്രഭാതത്തിൽ അബ്രാഹാം തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ മോറിയാമല കണ്ടു. ദിവസം 3 കഴിഞ്ഞു. പിന്നെ ഈ മോറിയാമലയുടെ മുകളിൽ ചെന്ന് കല്ല് പെറുക്കി അടുക്കി ബലിപീഠം ഉണ്ടാക്കി വിറകതിന് മുകളിൽ വെച്ച് മകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അതിന് മുകളിൽ കിടത്തി കത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. അവനെ കൊല്ലരുത്, ദൈവത്തിൻ്റെ വാക്ക് നീ പൂർണ്ണമായി അനുസരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ കൊല്ലാതെ അതിന് പകരമായി ഒരു കുഞ്ഞാടിനെ ബലി കഴിക്കാൻ
പറഞ്ഞതിന് ശേഷം അബ്രാഹാം തൻ്റെ മകൻ്റെ കൈപിടിച്ചുകൊണ്ട് മോറിയായുടെ മലയിറങ്ങുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ അവൻ്റെ മരണത്തിന് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഉത്ഥാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് 2 പേരും രക്ഷപ്പെടുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇനി എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം 2 പേരെയും ബലി കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലം ഒരേ മലയാണ് എന്നുള്ളതാണ്. ഒരേ മല, മോറിയാ മല. അതാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയത്. ഈ മോറിയാ മല തന്നെയാണ് കാൽവരി മല. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം, രണ്ടാം ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. 2 ദിനവൃത്താന്തം 3:1 നിർബന്ധമായും വായിക്കണം. 2 ദിനവൃത്താന്തം 3:1 ഞാൻ വായിക്കാം. ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. സോളമൻ രാജാവ് എവിടെയാണ് ദേവാലയം പണിതത്? ജെറുസലേമിലാണ്. മോറിയ പർവ്വതത്തിൽ. 2 ദിനവൃത്താന്തം 3:1 മോറിയ പർവ്വതത്തിൽ. എന്താ ഈ മോറിയ പർവ്വതത്തിന് ഇത്ര പ്രത്യേകത? അബ്രാഹാം മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ മലയുടെ പേര് മോറിയ മല എന്നാണ്. അതേ മോറിയയിൽ, മോറിയ പർവ്വതത്തിൽ ജബൂസ്യനായ ഒർന്നാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്തു തന്നെയാണ് സോളമൻ തൻ്റെ ദേവാലയം പണിത്. ഇത് ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലം ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ജെറുസലേമിൽ ഒലിവ് മലയുടെ മുകളിൽ കയറി നിൽക്കണം. ഒലിവ് മലയുടെ മുകളിൽ കയറി നിന്ന് നേരെ പടിഞ്ഞാറേക്ക് നോക്കിയാൽ ജെറുസലം ദേവാലയം ഇരുന്ന സ്ഥലം, ജെറുസലം കോട്ട കാണാൻ പറ്റും. ജെറുസലം കോട്ടയുടെ കവാടങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ കിഴക്ക് വശമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മോറിയ മലയുടെ പടിഞ്ഞാറ് ഭാഗം, അതായത് കോട്ടയുടെ കിഴക്ക് വശമാണ് നമുക്ക് കാണാൻ കഴിയുക. അത് സുവർണ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിസ്തു കടന്നുപോയ, അത് പിന്നെ നൂറ്റാണ്ടുകളായി അടയ്ക്കപ്പെട്ടിരിക്കുന്നത്, മിശിഹായുടെ വരവിന് വേണ്ടി യഹൂദര് അടച്ചു വച്ചിരിക്കുന്ന ആ വാതിൽ, യഥാർത്ഥ മിശിഹ വന്നു എന്ന സത്യം ഇന്നും അംഗീകരിക്കാത്തത് കൊണ്ട് മിശിഹായ്ക്ക് വേണ്ടി അത് മിശിഹ വരുമ്പോൾ മാത്രം തുറക്കപ്പെടാൻ വേണ്ടിയുള്ളത്. ഇതൊക്കെ നമുക്ക് ഒലിവ് മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒലിവ് മലയുടെ മുകളിൽ 6 കൊച്ചു കുന്നുകൾ ഇടിച്ച് നിരത്തിയെടുത്ത് 42 ഏക്കർ വിസ്താരമുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് ജെറുസലം കോട്ടയുടെ ഉള്ളിലുള്ള ഭാഗം. അതിൻ്റെ നടുവിലാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അൽ അസ്ക മോക്സും ഡോം ഓഫ് ദ റോക്കും ഉള്ളത്. അവിടെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ മർമ്മസ്ഥാനത്താണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇന്നും വലിയ തർക്കഭൂമിയായി അവശേഷിക്കുന്നത്. അവിടെ ഇസ്ലാം മതാനുയായികളുടെ 3-ാമത്തെ പ്രധാനപ്പെട്ട സ്ഥലമായി അറിയപ്പെടുന്ന ഡോം ഓഫ് ദ റോക്ക് ഈ പ്രദേശത്താണ്, ഈ പ്രതലത്തിലാണ് ഉള്ളത്. ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അത് നമുക്ക് ഒലിവ് മലയിൽ നിന്ന് നോക്കിയാൽ നേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒലിവ് മലയുടെ കൃത്യം അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ ദേവാലയ സമുച്ചയം ഉണ്ടായിരുന്ന സ്ഥാനത്തുള്ള ഈ ഡോം ഓഫ് ദ റോക്ക് ഒരു സ്വർണ്ണ പാളി കൊണ്ട് പൊതിഞ്ഞ ഡോം എന്ന് പറഞ്ഞാൽ ഒരു താഴികക്കുടം 88 കിലോ സ്വർണ്ണമാണ് അത് പൂശാൻ വേണ്ടി വെച്ച്. അത്രയും വലിയതാണ്. അകലെ നിന്ന് നോക്കിയാൽ പോലും കാണത്തക്ക വിധം. അതിൻ്റെ തൊട്ട് സൈഡിലായി, വടക്ക് വശത്ത് തൊട്ട് സൈഡിലായി ഇതേ മലയുടെ അങ്ങേ ഭാഗത്തായി, കാരണം പട്ടണത്തിന് പുറത്താണ് ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക. പിന്നീട് പട്ടണത്തിൻ്റെ കോട്ട പുതുക്കി പണിതപ്പോൾ അത് ഉള്ളിലായി. അപ്പം അങ്ങനെയുള്ള ആ 2 ഡോമുകൾ, 2 താഴികക്കുടങ്ങൾ കൂടെ ഒലിവ് മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കാൽവരിയിലെ കുരിശു നാട്ടിയ സ്ഥലത്തിന് മുകളിലുള്ള താഴികക്കുടമാണ്, പള്ളിയാണ്. 2 അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ദേവാലയം, അതാണ് കല്ലറ
വെച്ചിരിക്കുന്ന ഭാഗത്തിന് മുകളിലായി നിൽക്കുന്ന ദേവാലയം. ഇത് രണ്ടും നമുക്ക് മുകളിൽ നിന്നാൽ, ഒലിവുമലയുടെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റും. ഇന്ന് ചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1800 വർഷങ്ങൾക്ക് മുൻപ് മോറിയായുടെ മലമുകളിലേക്ക് അബ്രാഹാം തൻ്റെ മകനെ ബലികഴിക്കാൻ കൊണ്ടുപോയ അതേ സ്ഥാനത്താണ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ, ദൈവപുത്രനായ ഈശോയെ ബലികഴിക്കാൻ വേണ്ടി പിതാവായ ദൈവം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇസഹാക്ക് ഈശോയുടെ പ്രതീകമാണെന്നും യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ ബലി അപൂർണമായി അവസാനിപ്പിച്ചതാണ്, പകരം വെച്ചിട്ടാണ്. പക്ഷേ മോറിയായുടെ മലമുകളിൽ പിതാവായ ദൈവം തൻ്റെ മകനെ ബലികഴിച്ചപ്പോൾ വേറൊരു കുഞ്ഞാടിനെ പകരം വയ്ക്കാതെ തൻ്റെ മകനെ തന്നെ അവിടെ ബലിയായി അർപ്പിച്ചപ്പോഴാണ് അബ്രാഹത്തിൻ്റെ ബലി ക്രിസ്തുവിൻ്റെ ബലിയിൽ പൂർത്തിയായത് എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ ഇന്ന് 3 ബലിയർപ്പണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് ആബേലിൻ്റെ ബലിയാണ്, രണ്ടാമത്തത് നോഹയുടെ ബലിയാണ്, മൂന്നാമത്തത് അബ്രാഹത്തിൻ്റെ ബലിയാണ്. ഇത് 3ഉം ക്രിസ്തുവിൻ്റെ ബലിയിൽ പൂർത്തിയാകുന്നു. പഴയ നിയമത്തിലെ പ്രതീകങ്ങളിലൊന്നായ പഴയ നിയമ ബലികൾ ഈശോയുടെ ബലിയിൽ അത് പൂർത്തിയാകുന്നു. ഈശോയുടെ ബലിയിൽ പൂർത്തിയായ ആ ചരിത്ര സംഭവം, ആ ചരിത്ര സത്യം ഇന്ന് വിശുദ്ധ കൂദാശകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ അതേ ബലി തുടരുകയാണ്. സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളിൽ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഒക്കെ ഇത് വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ബലിയുടെ തുടർച്ചയാണ് പരിശുദ്ധ കുർബാന. അതേക്കുറിച്ച് കൂടുതൽ വിശദമായി പിന്നീട് നമ്മൾ സംസാരിക്കും. പരിശുദ്ധ കുർബാനയെ ആഴമായി സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം, അവൻ്റെ ബലിയാണ് അൾത്താരയിലെ ബലിയെന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറും. ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട എൻ്റെ ജീവിതം, മാമോദീസായിലൂടെ പറിച്ചു നടപ്പെട്ട എൻ്റെ ജീവിതം ബലിപീഠത്തിൽ പടർന്നു കയറാനുള്ളതാണെന്നും ബലിപീഠത്തിൽ പൂത്തുലയാനുള്ളതാണെന്നും സമ്പൂർണമായ ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷിത്വ അനുഭവമായി പിന്നീട് രൂപാന്തരപ്പെടുന്നതെന്നും ബലിപീഠത്തിൽ പൂത്തുലയുന്ന ജീവിതങ്ങളൊക്കെ അൾത്താരയിൽ വണങ്ങപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വിശുദ്ധ ജീവിതങ്ങളായി രൂപാന്തരപ്പെടുമെന്നും അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാനുള്ളതാണ് എൻ്റെ ജീവിതമെന്നും വിശുദ്ധീകരിക്കുവാനുള്ള മാർഗമാണ് പരിശുദ്ധ കുർബാനയെന്നും മനസ്സിലാക്കാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ നമുക്ക് തുടരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.